BDS കഴിഞ്ഞ ഒരാൾ ദുബായിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട BDS മാത്രം ഡിഗ്രി മാത്രം വെച്ചാൽ പോരെയും ചോദ്യം. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റിയുടെ ടൈമിൽ എലിജിബിലിറ്റി റിജക്ഷൻ വരും. DHAക്ക് പൊതുവെ ഒരു 75 ഒക്കെയാണ് 75 ഒക്കെയാണ് മിനിമം വേണ്ട സ്കോർ എന്ന് പറയുന്നത്. നമുക്കൊരു ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു BDS കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ MDS കഴിഞ്ഞ ഒരാൾ DHL ദുബായിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചെയിൻ ഓഫ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള എൻറ്റയർ പ്രോസസ്സ് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോസസ്സായിട്ട് വരുന്നത് ഇവരുടെ ഡെൻ്റൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ, അവരുടെ ഹെൽത്ത് ലൈസൻസ് വാലിഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. വാലിഡ് അല്ലെങ്കിൽ എക്സ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ്. പിന്നെ റിന്യൂ ചെയ്ത ശേഷം അവരുടെ ഡെൻ്റൽ കൗൺസിൽ ത്രൂ ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യാം. അതാണ് രണ്ടാമത്തെ പ്രോസസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും DHAക്ക് വേണ്ടിയിട്ടാണ് അവർ ഗുഡ് സ്റ്റാൻഡിങ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോപ്പി DHAക്കും പോകണം, ഒരെണ്ണം നമ്മുടെ കാൻഡിഡേറ്റിനും കിട്ടണം. അങ്ങനെ ആയിരിക്കണം ഒരു പ്രോസസ്സ് വരുന്നത്. പിന്നെ ഡേറ്റ ഫ്ലോ ആണ് ഏതൊരു പ്രൊഫഷണലും പോലെ BDSനും ഡേറ്റ ഫ്ലോ ആണ് മൂന്നാമത്തെ പ്രോസസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ BDSനാകുമ്പം അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും ഉണ്ടാവും, ഇന്റേൺഷിപ്പും ഉണ്ടാവും. ഇത് രണ്ടും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ DHAയിൽ വെരിഫൈ ചെയ്യണം. പിന്നെ ഇവരുടെ BDS കോഴ്സിന് ശേഷമുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും DHAക്ക്. ഇന്റേൺഷിപ്പ് അതിൽ ആഡ് ചെയ്യില്ല. അല്ലാതെയുള്ള ഡെന്റൽ ആ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേണം. ഡാറ്റ ഫ്ലോയിൽ ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്ത് പോകണ്ടേ? മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ചിലർ ചോദിക്കും ഇന്റേൺഷിപ്പ് ആഡ് ചെയ്യേണ്ട, BDS മാത്രം ഡിഗ്രി മാത്രം വെച്ചാൽ പോരെയും ചോദ്യം. പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റിയുടെ ടൈമിൽ എലിജിബിലിറ്റി റിജക്ഷൻ വരും. അപ്പോൾ അല്ലെങ്കിൽ അവർ വീണ്ടും പറയും നിങ്ങൾ ഇന്റേൺഷിപ്പ് കൂടെ വെരിഫൈ ചെയ്തിട്ട് വരാൻ പറയും. അപ്പോൾ അത് വീണ്ടും നമ്മുടെ ടൈം എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സ് അതും കൂടെ ആഡ് ചെയ്ത് പോകുന്നത്. പിന്നെ അതിൻ്റെ ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റിൽ BDS വരുന്നുണ്ട്, ഇന്റേൺഷിപ്പ്, പിന്നെ അവരുടെ എംപ്ലോയ്മെന്റ് എന്താ പറയുക സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് ലൈസൻസ്, ഓൾ ഇയർ മാർക്ക് ഷീറ്റ്, അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും, ട്രാൻസ്ക്രിപ്റ്റ് വേണം, പാസ്പോർട്ട് കോപ്പി, ഇതെല്ലാം ഫോട്ടോ വേണം, മെയിനായിട്ട് വരുന്ന സർട്ടിഫിക്കറ്റ്സ്. അപ്പം ഡേറ്റ ഫ്ലോ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവർക്ക് പാരലലായിട്ട് BDSന്റെ കോച്ചിങ് എടുക്കാം. എക്സാം കോച്ചിങ് ആക്ച്വലി നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് ആണ്. കാരണം എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോമിൽ ടുഗെദർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആവുന്നത്. മറ്റേത് ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഒരു സ്ഥലത്ത് മാത്രം കൺഫൈൻഡ് ആയി പോലെ. അപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് നമുക്കുണ്ട്. നമ്മുടെ കോച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്, അല്ലാതെയുള്ള ലൈവ് ക്ലാസ്സും ഉണ്ട്. രണ്ടിൻ്റെയും കോസ്റ്റ് സൈഡ്, കോഴ്സ് ഫീ നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം കാണും. അവർക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഈ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ട് അവരുടെ കൺവീനിയൻറ്റ് ടൈമിൽ കാണുന്നവരുണ്ട്. അല്ലാതെ ഇപ്പോൾ അത്യാവശ്യം സമയമൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ടുള്ള ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ വരും. കോച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പ്രോമെട്രിക് എക്സാം ബുക്കിംഗ് ആണ്. കോച്ചിങ് കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ്ലി എക്സാം ബുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ബൈ ദാറ്റ് ടൈം ഇവരുടെ ഡേറ്റ ഫ്ലോയും കംപ്ലീറ്റ് ആയിട്ട് റിപ്പോർട്ടും വരും. അപ്പോൾ 2 പ്രോസസ്സ് അവിടെ സെയിം ടൈമിൽ കംപ്ലീറ്റ് ആവാണ്, കോച്ചിങ് ആൻഡ് ഡേറ്റ ഫ്ലോ. ആൻഡ് ഫൈനലി ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ദ പ്രോമെട്രിക് എക്സാം ബുക്കിംഗ്. അതും കേരളത്തിൽ ട്രിവാൻഡ്രത്ത് സെൻറ്റർ വരുന്നുണ്ട്. നമ്മൾ തന്നെ എക്സാം ബുക്ക് ചെയ്ത് കൊടുക്കും. അതിനായിട്ട് അവർ പാസ്പോർട്ടിൻ്റെ കോപ്പി, മെയിൽ ID, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അവരുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് മാത്രം നമുക്ക് തരിക. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സാം ബുക്ക് ചെയ്യുന്നത്. പിന്നെ പ്രോമെട്രിക്കിന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എക്സാം സെന്റേഴ്സ് ഉണ്ട്. ഗ്ലോബലി ആണെങ്കിലും ദുബായിൽ പോയാലും അവിടെ ഉണ്ട്, ഖത്തറിലാണെങ്കിലും അവിടെ ഉണ്ട്. നമുക്ക് എവിടെയാണോ കൺവീനിയന്റ് അവിടെ നിന്ന് എക്സാം ചൂസ് ചെയ്യാൻ പറ്റും. പ്രോമെട്രിക്കിന്റെ അവൈലബിൾ ഉള്ള ഡേറ്റിൽ എവിടെയാണോ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് സെന്റർ, അവിടെ നമുക്ക് എക്സാം ബുക്ക് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എക്സാം ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഈ ബുക്ക് ചെയ്ത അപ്പോയിന്റ്മെന്റ് കൺഫർമേഷനും പിന്നെ പാസ്പോർട്ടിന്റെ ഒറിജിനലും കൂടെ കയ്യിൽ വെരിഫിക്കേഷൻ ഉണ്ട്. അവരുടെ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യും, എന്നിട്ടായിരിക്കും അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. DHAക്ക് പൊതുവെ ഒരു 75 ഒക്കെയാണ് മിനിമം വേണ്ട സ്കോർ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ കുറേ കൂടെ ടഫ് ആക്കിയിട്ടുണ്ട്. DHA ഒരു 1 ഇയർ ബാക്ക് കുറേ കൂടി ഈസി ആയിരുന്നു. അതായത് എഴുതുന്ന എല്ലാവർക്കും പാസ്സാവാൻ പറ്റുന്ന ഒരു ഇതായി. പക്ഷെ ഇപ്പൊ അവർ കുറച്ചും കൂടി ഒന്ന് ടഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കോച്ചിങ് എടുക്കുന്നവർ കോച്ചിങ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. എലോങ് വിത്ത് അവരുടെ ഒരു സെൽഫായിട്ടുള്ള എഫേർട്ടും കൂടെ നല്ല രീതിയിൽ ഇടണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ കോച്ചിങ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സെൽഫായിട്ട് പഠിക്കാനുള്ള സമയം കണ്ടെത്തി പഠിക്കണം. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ എലിജിബിലിറ്റിക്ക് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എലിജിബിലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആയിട്ട് വെരിഫൈ ചെയ്യും. ഇല്ലെങ്കിൽ അത് പിന്നെ പ്രോസസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യും. എലിജിബിലിറ്റി ഒരു 10 വർക്കിംഗ് ഡേയ്സിലൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും.
എലിജിബിലിറ്റി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ലൈസൻസും കിട്ടും. ആ ലൈസൻസ് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ DHAയിൽ ദുബായിൽ ഏതെങ്കിലും എംപ്ലോയർ ആണ് അതിന്റെ പ്രോസസ് എല്ലാം നമുക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് അവർ എംബസിയുടെ അറ്റസ്റ്റേഷനും കൂടെ ഓക്കെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള UAE എംബസി അറ്റസ്റ്റേഷനും ചെയ്യണം. എന്നുള്ള മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ മോഫൈഡ് അറ്റസ്റ്റേഷനും ചെയ്യണം. നമ്മൾ വിസിറ്റ് വിസയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള UAE എംബസി ഇവിടെ നിന്ന് ചെയ്തിട്ട് അവിടെ പോയിട്ട് മോഫ ചെയ്താൽ മതി. അല്ല എംപ്ലോയ്മെന്റ് വിസയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മോഫ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എംപ്ലോയ്മെന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ മോഫയും കൂടെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ പോകുന്നവരെല്ലാം ഫിനിഷ് ചെയ്തിട്ട് തന്നെ പോകണം എംബസി. നമ്മൾ അതാണ് ഈ ചെയിൻ ആയിട്ട് ഇങ്ങനെ ഓരോ പ്രോസസ്സും പറഞ്ഞു തരുന്നത്. അതായത് പിന്നീട് ഒരു മിസ്സിംഗ് ആവാൻ പാടില്ല. വേറെ ചില ഏജൻസിയിൽ ചിലപ്പോൾ അതെ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് വരുമ്പം വേറെ ഒന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ അത്രയും ഡിലേ വരും. അതാണ് നമ്മൾ ഈ ചെയിൻ ആയിട്ട് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത്. ലൈസൻസ് എടുത്തിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയറിനും ഈസിയാണ്. കാരണം അവരെപ്പോഴും എല്ലാം ഡോക്യുമെന്റേഷൻ ഓക്കെ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനായിരിക്കും അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇതെല്ലാം പെൻഡിങ് ഉള്ള ഒരാൾക്ക് വേണ്ടി 2-3 മാസം, കാരണം ഇതെല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 2 months 2.5 months എങ്കിലും നമുക്ക് ടൈം വേണം. അപ്പൊ അത്രയും നാൾ ഒരിക്കലും ഒരു എംപ്ലോയർ വെയിറ്റ് ചെയ്യില്ല ഇമ്മീഡിയറ്റ് റിക്രൂട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കാം. MDS ആണെന്നുണ്ടെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതേ MDSന് എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി വരുമ്പോൾ MDS എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ MDSകാർക്ക് ഈ MDSന് ശേഷം ഒരു റെസിഡൻസി പ്രോഗ്രാം ഉണ്ടായിരിക്കും. അത് മാൻഡേറ്ററി ആണ്. കാരണം ചിലർക്ക് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈ റെസിഡൻസി പ്രോഗ്രാമിന്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ അവരത് എടുക്കുക എന്നുള്ളതാണ്. റീസെന്റ് നമുക്കൊരു കാൻഡിഡേറ്റിന്റെ കേസ് വന്നപ്പോൾ അവർക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല. പക്ഷെ അതില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ക്രെഡൻഷ്യൽസ് നമുക്ക് റിജക്ഷൻ വരും. പിന്നെ എക്സാമിലോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് ക്രൈസിസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ്. കോളേജിൽ നിന്നായാലും അവർക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാം. അതെ. അപ്പൊ BDSനും MBBSനും ഒക്കെ ആ കോഴ്സിന് ശേഷം ഇന്റേൺഷിപ്പ് ഉള്ളതുപോലെ മാൻഡേറ്ററി ആണ് MDSന് ശേഷമുള്ള റെസിഡൻസി പ്രോഗ്രാം. അതും കൂടെ മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്യണം. പിന്നെ MDS ആകുമ്പോൾ അവർക്ക് MDSന് ശേഷമുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. സ്പെഷ്യലിസ്റ്റിന് കോച്ചിങ് സെപ്പറേറ്റ് ആണല്ലേ? MDSന്റെ കോച്ചിങ് നമുക്ക് കൂടുതലും നമുക്ക് അവൈലബിൾ അല്ല. സ്റ്റഡി മെറ്റീരിയൽസിൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ട് സ്വന്തമായിട്ട് അവർ പ്രിപ്പയർ ചെയ്യുക. കാരണം ഈ സ്പെഷ്യലിസ്റ്റിന് കൂടുതലും കോച്ചിങ്സ് അങ്ങനെ അവൈലബിൾ അല്ല. കാരണം കുറച്ച് സ്പെസിഫിക്, ഇപ്പം ഓർത്തഡോണ്ടിക്കോ അല്ലെങ്കിൽ എൻറ്റോഡോണ്ടിക്കോ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ കോച്ചിങ് കുറച്ച് റെയർ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. മറ്റേത് കുറേയും കൂടെ ജനറലൈസ് ചെയ്തിട്ടല്ലേ വരുന്നത്. അതിന്റെ പാസിംഗ് പെർസെന്റേജ് സെയിം തന്നെയാണ്. സെയിം. DHAക്ക് ഒരു 70-75 ഒക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ MDSൽ പിന്നെ വേറെ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഇതിപ്പം BDS ആയാലും MDS ആയാലും എലിജിബിലിറ്റി ലെറ്ററിന്റെ വാലിഡിറ്റി 1 year ആണ്. ആ 1 year കഴിയുമ്പോൾ അത് മാൻഡേറ്ററി ആയിട്ട് അവർ റിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പിന്നീട് ഡേറ്റ ഫ്ലോ ലൈഫ് ടൈം ആണ്. നിങ്ങൾക്ക് അതിനിടയ്ക്ക് പിന്നെ ഗ്യാപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആഡ് ചെയ്ത് അപ്ഡേറ്റഡ് ആക്കി വെക്കുക. രജിസ്ട്രേഷൻ എക്സ്പയർഡ് ആണെങ്കിൽ റിന്യൂ ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുക. PCCയും കൂടെ എടുക്കേണ്ടി വരും. ഇപ്പം ബഹ്റൈനിലെ ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് DHAയിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ PCC ഒക്കെ നിങ്ങളുടെ എംപ്ലോയർ സൈഡിൽ അവർ ചോദിക്കും നമ്മുടെ ലൈസൻസിങ് ടൈമിൽ. പിന്നെ വേറെയൊക്കെ എബ്രോഡുള്ള മെഡിക്കൽ കൗൺസിലിൻ്റെയൊക്കെ രജിസ്ട്രേഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ ഗുഡ് സ്റ്റാൻഡിങ് കൂടെ അവർ കാണിക്കേണ്ടി വരും. അത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് പറയാൻ. പിന്നെ ഏജ് ലിമിറ്റ് പ്രശ്നമില്ല. എത്രയും നാൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രയും നാൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. ഞങ്ങൾ ടീം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള DHA എല്ലാ ലൈസൻസിങ് റിക്വയർമെൻറ്റ്സിനും ഞങ്ങൾക്ക് ട്രൂവേ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതെ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ചാനലിൽ കോമൻസ് ആയിട്ടും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും. ഡൗട്ട്സ് ഒക്കെ വരുമ്പോൾ കുറേ എന്തെങ്കിലും റിക്വയർമെന്റ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യാം, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.